ഇതുപോലെ ആളുകൾ ഇങ്ങനെ വന്ന് ഈ ഈ കൈൻഡ് ഓഫ് കമന്റ്സ് DM-ലൊക്കെ വരാറുണ്ട് ഇങ്ങനത്തെ മെസ്സേജസ്? എല്ലാം വരാറുണ്ട്, വരാറുണ്ട്. ഏറ്റവും കോമഡി ആയിട്ടുള്ളത് എന്നിട്ട് ഒരു ദിവസം ഞാനും ജിതാബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് UK-യിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി, ഞങ്ങൾ ജിതാബി എന്നോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറയാ, ജിതാബി നമുക്ക് ഇന്നത്തെ നെഗറ്റീവ് കമന്റുകളൊക്കെ വായിച്ച് നമുക്ക് എൻജോയ് ചെയ്യാണ്, ഓരോന്നായിട്ട് തുടങ്ങട്ടെ. ജിതാബി ഒന്ന് വായിക്കും, നമ്മൾ ചിരിക്കും. എല്ലാ പൊട്ട കമന്റുകളാണ്. അയ്യോ നിന്നെയൊക്കെ, അയ്യോ ഇതൊക്കെ എന്ത് അയ്യോ, ഞാൻ പറയണേ ഇതൊക്കെ എന്ത് വേർഡുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റൂഡ് കമന്റുകൾ, നല്ല റൂഡ് കമന്റുകളാണ്. നിന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് തട്ടും, ഞാൻ ഒന്ന് പാടേ തട്ടാൻ, ഒന്ന് തട്ടി നോക്കാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ റൂഡ്. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ അയ്യോ വിറച്ച് പിന്നെ ഇനിയിപ്പം. പക്ഷെ അതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് പേരെ കാണുന്നു. നൂർജാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്യട്ടെ. അതായത് ഒരുപാട് യങ് ഗേൾസ് ഇത്തരം കമന്റ് കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ പോയി സൂയിസൈഡ് ചെയ്യാം. വൈ? എനിക്കറിയില്ല. ഇത് കമന്റ് അവരിടുന്നു, അത് നമ്മുടെ ദേഹത്തൊന്നും ഏശുന്നില്ല. ഈ കമന്റ് അവിടെ കിടന്നോട്ടെ. എന്ത് റൂഡ് കമന്റുകൾ വന്നാലും അവരവിടെ എഴുതുന്നത് അവരുടെ മനസ്സാണ് അവരവിടെ എഴുതുന്നത്. അപ്പം ഈ ഫെയറിന് അതൊന്നും നമ്മളെ ഡസൻറ്റ് മാറ്റർ. ഇപ്പം നെഗറ്റീവ് അയ്യോ എല്ലാം പോസിറ്റീവ് പിന്നെ കമൻറ്റ് മാത്രം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മീഡിയയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവും വേണം പോസിറ്റീവും വേണം. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ അത് മീഡിയയിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എനിക്ക് കൊടുക്കുക, ഇപ്പോൾ യങ് ജനറേഷൻ, നിങ്ങൾ മീഡിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പെക്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിട്ടു പോവുക. അല്ലാതെ ഇത് താങ്ങാൻ പറ്റാതെ അയ്യോ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പിടിച്ചിരിക്കുന്നു, ഛർദ്ദിക്കുക, അയ്യോ ഞാൻ ഇത് കണ്ടു ചേച്ചി എൻ്റെ ഇതൊന്നും ആവശ്യം. ഓക്കെ, നിങ്ങൾ വിട്ടു പോവുക, സിമ്പിൾ. ഞാൻ ഈ നെഗറ്റീവ് കമൻ്റ് ചിരിച്ചിട്ട് കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. എനിക്കതിനെ ചൊടിപ്പിക്കുകയൊന്നുമില്ല. ടൈപ്പ് ചെയ്യുന്ന അത്ര സമയം കൂടെ നമ്മുടെ വീഡിയോ അടുത്തത് ഞാൻ വേറെ ഒന്ന് ഇതാവും. അപ്പം ഞാൻ പറയാം നല്ല മെസ്സേജ് ഇടാം, നീ എന്നാ കറുത്ത കളർ അയക്കണേ, അയക്കുമ്പോൾ അത് അയച്ചേരെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിടും. ഞാൻ പറയും നീ അയച്ച മെസ്സേജ് ശവപ്പെട്ടി, ഞാൻ പറയും നീ കറുപ്പ് തന്നെ അയക്കണം കേട്ടോ, എൻ്റെ ഫേവറേറ്റ് കളറാണ്, അതും നീ മറന്നു പോരുത് എന്ന് പറഞ്ഞ് അയച്ചിട്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എന്താണ്, ചേച്ചി അങ്ങോട്ട് കണ്ടായത് എല്ലാം ഞാൻ കണ്ടു. കാരണം ഇതെങ്ങനെ കൂളായിട്ട് ഞാൻ കണ്ടടേ, ഇനിയിപ്പോൾ എന്ത്, ഓക്കെ അങ്ങനെ കണ്ടോന്ന് ചോദിക്കുന്ന ഒരു ചമ്മിപ്പോവും. അതെ, ഞാൻ പറയാം കണ്ടു ഇതിനെന്താ, അവർ എഴുതട്ടെ. ഇപ്പം ഇവരുടെ വിചാരം വേറെ ആരെങ്കിലും ആ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മോശമാണ്. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഈ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ആൻറ്റി? അതോ? അതെ, ഞാനായിരുന്നു. പിന്നെ എങ്ങനെയാണ് UK-ലോട്ട് അതെന്തായിരുന്നു ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചത്? അത് എൻ്റെ ഒരു ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് എനിക്കറിയില്ല, അത് എൻ്റെ തെറ്റാണോ അല്ലെങ്കിൽ ഞാനെടുത്ത ഡിസിഷൻ്റെ തെറ്റാണോ എന്നെനിക്കറിയില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ ഹാപ്പിലി താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഒരു 10-12 വർഷം. പക്ഷെ അതിലൊന്നും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിവോഴ്സ്, അത് മ്യൂച്വലായിട്ടൊരു ഡിവോഴ്സ് എടുക്കേണ്ടി വന്നു. ഞാൻ ഒരാളെ കല്യാണം കഴിച്ച ആൾ UK-യിലായിരുന്നു. അങ്ങനെ ഞാൻ UK-യിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. എന്താ മറ്റേ ബന്ധം പോവാനായിട്ടുള്ള എന്താ കാരണം? നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി തകരാൻ? അതാ ഞാൻ പറഞ്ഞു, അത് എനിക്ക് തന്നെ അറിയില്ല അതെന്തായിരുന്നു അതിൽ വന്ന ഒരു ഫാക്ടർ എന്നത്. പക്ഷെ അത് വളരെയധികം ആ ഒരു പെയിനിൽ നിന്ന് ഞാൻ മോചിതയാകാനും ഒരുപാട് കാലം വേണ്ടി വന്നു. എനിക്ക് തോന്നുന്ന ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഒരു ഫ്രണ്ട് മുഖേന പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി എന്നെ ഒരുപാട് എന്തോ പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ഇത് വന്നു. പക്ഷെ ആ ഫോഴ്സ്ഫുൾ വന്നപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെയോ അത് പതറിപ്പോയി. അപ്പോൾ അങ്ങനെ പോയ ഒരു ഡിവോഴ്സായിരുന്നു അത്. അങ്ങനെ ചില മനുഷ്യരിപ്പോൾ പല ഡിവോഴ്സുകളും നമുക്ക് വേണം എന്ന് പറഞ്ഞു പോകുന്നതുമുണ്ട്, അല്ലാതെയും എടുക്കുന്ന ഡിവോഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ലോകത്താരും ചെയ്യാത്തൊരു കാര്യം, ഞാൻ പുള്ളിക്ക് എൻ്റെ സ്വത്ത് പോലും ഞാനൊന്നും എടുത്തില്ല. ഞാൻ വെറും കൈയോടുകൂടിയാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട്. മോന് അപ്പം ഒരു 9th സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പോൾ ആ ഇതിൽ ഒരുപാട് വിഷമിച്ചു. കാരണം അത് ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിൽ പോകുക എന്ന് പറയുന്ന ഒരു ഈസി അല്ല. അത് ഇപ്പോൾ ചിന്തിച്ചാലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആ പെയിന് ഒരുപാട് എന്നെ വേട്ടയാടിയിരുന്നു ഞാൻ UK പോകുമ്പോഴും. പിന്നെ അതിൽ നിന്നൊക്കെ കയറി പിന്നെ UK-യിൽ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മളത് പൊരുത്തപ്പെടുക എന്ന് പറയുന്നതും
വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ആ മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ആന്റിയുടെ കണ്ണ് നിറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആളോട് ഇപ്പോഴും വെറുപ്പില്ല എന്നാണ്. ഇല്ല, വെറുപ്പില്ല, സ്നേഹം മാത്രം. സ്നേഹം മാത്രം. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആളുടെ കല്യാണം കഴിഞ്ഞു? ഇല്ല. ഇല്ല. അപ്പോ കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇനി ഒരു പാച്ചപ്പ് ഉണ്ടാകുമോ അവിടെ? അതെനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കത് തോന്നിയിരുന്നു, ഞാൻ പലപ്പോഴും അതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അത് സക്സസ്ഫുൾ ആയില്ല. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ അത് പിന്നെ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടി. അതെ, കാരണം പ്യൂറസ്റ്റ് ലവ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളുടെ കണ്ണ് നിറയില്ലല്ലോ. ഡിവോഴ്സിന് ശേഷം സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഇല്ല, ഒരു വാക്ക് പോലും പറയില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെ എന്നിട്ട് പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു അതാ ഞാൻ പറഞ്ഞത്, അത് അത്രയും എനിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് പെയിൻ തന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിവോഴ്സ് എടുക്കുന്നവരോടും എനിക്ക് ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ലൈഫിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുക എന്ന് പറയുന്ന ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെ, നമ്മൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അല്ലേ ചിലപ്പം മറ്റേതിന്റെ ഇത് മനസ്സിലാവുന്നത്. സത്യമാണത്. ദെൻ ഈ UK ബന്ധം അതെന്തായി പിന്നെ? അതൊരു വല്ലാത്ത ട്രാജഡിയായി പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു രീതികളുമൊക്കെ വേറെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം പുള്ളി UK ഇവിടുത്തെ മലയാളിയാണെങ്കിലും ഒരുപാട് വർഷക്കാലം UK താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ സെൽഫിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവാം. അത് പുള്ളിയുടെ നേച്ചറായിരിക്കാം, കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി. പക്ഷെ അത് എന്തുകൊണ്ടോ അത് സക്സസ്ഫുള്ളായില്ല. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതും ഒരുപാട് പെയിൻ എടുത്തു. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, ഒന്നിൽ നിന്ന് പോകുമ്പോൾ വേറൊന്ന് ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. പക്ഷെ അതാവില്ല എന്ന് കാണുമ്പോൾ നമ്മളൊരു പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ എടുത്തൊരു സ്റ്റോപ്പായിരുന്നു. അതിപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻ? അതും ഒരു 12 yearsോളം, 10-12 ലോങ് റിലേഷൻ. അതെ ആയിരുന്നു. കാരണം ഞാനത് മാക്സിമം അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് അത്രയും എനിക്കത് കൊണ്ടുപോകണം എന്ന ഒരു ഇതിലെടുത്ത ഒരു റിലേഷനായിരുന്നു. പക്ഷെ അതല്ല, അങ്ങനെയല്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അതിങ്ങനെ പീഡനങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പം UK അതൊന്നും പാടില്ല. അപ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിസിക്കൽ അബ്യൂസ് ഒക്കെ അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതെനിക്ക് പ്രശ്നമായി മാറി. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പോലീസ് ഇൻവോൾവ് ആകും. അവിടുത്തെ ലോ വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. വേറെ ഇനി എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് പോകുമോ? അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ മാറി പോവുകയല്ലേ നല്ലത്.